ഈ സിമ്പിൾ ക്രിസ്മസ് ലുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൽഫിൻ്റെ പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. മേക്കപ്പ് ചെയ്യാനാവശ്യമായ നല്ലൊരു ബേസ് ഇത് ക്രിയേറ്റ് ചെയ്യും. അതുകൂടാതെ ലോങ് ലാസ്റ്റിംഗ് ആയി മേക്കപ്പിന് വയ്ക്കാനും ഇത് സാധിക്കും. ഇതൊരു ഗ്രിപ്പിംഗ് പ്രൈമറാണ്. ഈ പ്രൈമർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ കൂടുതൽ മോയ്സ്ചറൈസ്ഡ് ആയും പ്ലംബിയായും ഇരിക്കുന്നത് കാണാം. ഈ വിൻ്റർ സീസണിൽ ഇത് ഒരു നല്ല പ്രൈമറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ പോർ മിനിമൈസിങ് പ്രൈമറാണ്. നമ്മുടെ മുഖത്ത് പോർസുകളോ മറ്റോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തായി ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ മുഖത്തെ പോർസുകൾ കുറച്ച് മിനിമൈസായി ബ്ലേർഡായിട്ട് നിൽക്കുന്നതായി കാണാം. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കളർ കറക്റ്ററാണ്. ഇത് കൈയിൻ്റെ പുറകുവശത്ത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത ശേഷമാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് ധാരാളമായി പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ടാനിങ്ങും ഉണ്ട്. അവിടെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുകയാണ്. പിഗ്മെൻറ്റേഷനും ടാനിങ്ങും ഒക്കെയുള്ള സ്കിന്നാണ് കളർ കറക്റ്റ് ചെയ്യാതെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മേക്കപ്പ് ഗ്രേ ആകാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ നെറ്റിയിലും വായ്ക്കു ചുറ്റുമായും പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അതുപോലെ കണ്ണിനു ചുറ്റുമായി ഡാർക്ക് സർക്കിളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളർ കറക്റ്റർ ഉപയോഗിക്കുന്നത്. മൂക്കിനു ചുറ്റുമായും ചെറിയ രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇത് അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഈവനായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഇത് ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഞാൻ പാക്കിൻ്റെ ലൂസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. എക്സസ് ആയിട്ടുള്ള പൗഡർ തട്ടിക്കളഞ്ഞു വേണം നമ്മൾ കളർ കറക്റ്റ് ചെയ്തെടുക്കുക ഇത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി. റിയൽ ടെക്നിക്കിൻ്റെ പൗഡർ ബ്രഷാണ് ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് ടെറിട്ടറിൻ്റെ കുഷിൻ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് 35N ആണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഫൗണ്ടേഷനാണെന്ന് തന്നെ പറയാം. കാരണം മറ്റ് ഫൗണ്ടേഷനുകൾ ലിക്വിഡ് ഫൗണ്ടേഷനോ മറ്റോ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ കേക്കി ആയിട്ട് കാണാം. ഇത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റിലാവുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഒരു ഗ്ലോ വരുന്നത് കാണാം. ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊരു നല്ല ഫൗണ്ടേഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു നാച്ചുറൽ ഫിനിഷ് തരികയും കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത ശേഷവും ഏതെങ്കിലും ഡാർക്ക് സ്പോട്ടുകളോ പിഗ്മെൻറ്റേഷനോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒരു കൺസീലർ വെച്ച് നിങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡെയിലി ലൈഫ് ഫോറെവർ 52യുടെ കംപ്ലീറ്റ് കവറേജ് കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് COV010 ആണ്. ഇതും നേരത്തെ കാണിച്ചതുപോലെ കൈയുടെ പുറകുവശത്ത് അപ്ലൈ ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്ത ശേഷമാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എവിടെയൊക്കെയാണോ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ വിസിബിളായി കാണുന്നത് അവിടെ മാത്രമാണ് ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. മുഖത്ത് മുഴുവനായും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ ലിഡ് ഏരിയയിലും ഔട്ടർ കോർണറിലുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ മുഖം പൗഡർ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. പാക്കിൻ്റെ തന്നെ ലൂസ് പൗഡറാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
ഇപ്പോൾ നിങ്ങൾക്ക് മുഖം കണ്ടാൽ അറിയാം, എല്ലായിടത്തും ഒരേ കളറാണുള്ളത്. വളരെ ഫ്ലാറ്റ് ആയിട്ട് തോന്നും. സോ മുഖം കുറച്ചുകൂടി സ്കൾപ്റ്റഡ് ആയിട്ടും മുഖത്ത് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കോണ്ടൂർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ നെറ്റിയുണ്ട്, അല്ലെങ്കിൽ വലിയ ചീക്കാണ്, അതൊക്കെ കുറച്ചും കൂടി സ്ലിമ്മായി കാണിക്കണം, ജോ ലൈൻ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടൂറിനെ യൂസ് ചെയ്യാം. കോണ്ടൂറിങ് എപ്പോഴും ഒരു കൂൾ അണ്ടർടോൺ ആയിരിക്കും. നിങ്ങളുടെ ബേസിൻ്റെ ഒരു 2-3 ഷെയ്ഡ് ഡാർക്കർ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ എൻ്റെ മൂക്ക് കൂടി കോണ്ടൂർ ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ മൂക്ക് വലുതാണ്. ക്രീം കോണ്ടൂറുകളും പൗഡർ കോണ്ടൂറുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോണ്ടൂർ സെപ്പറേറ്റായി വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ 2-3 ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള കൺസീലറും ഉപയോഗിക്കാവുന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് മുഖത്ത് കാണും. അതിനുശേഷം ഞാൻ ഈ ലുക്കിന് വേണ്ടി ബ്രോൺസിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖത്തൊരു സൺ കീസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ബ്രോൺസർ യൂസ് ചെയ്യുന്നത്. ബ്രോൺസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡാണ് ഉണ്ടാവുക. പറഞ്ഞു വരികയാണെങ്കിൽ ഒരു വാം അണ്ടർടോൺ ആയിരിക്കും. നമ്മുടെ മുഖത്തൊരു വാംത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ബ്രോൺസർ യൂസ് ചെയ്യുന്നത്. മൂക്ക് കുറച്ചുകൂടി സ്ലിമ്മായി കാണുവാൻ വേണ്ടി ഞാൻ സെയിം കോണ്ടൂർ എടുത്ത് മൂക്കിന് ചുറ്റുമായി കോണ്ടൂർ വീണ്ടും ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സ്ലിമ്മായി തിന്നായി കാണുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് സെപ്പറേറ്റായി കാണും. ഞാൻ എല്ലാത്തിൻ്റെയും കോണ്ടൂറിങ്ങിൻ്റെയും ബ്രോൺസിങ്ങിൻ്റെയും ഒക്കെയായി സെപ്പറേറ്റായി വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പിന്നീട് ഒരു ലൈറ്റർ കൺസീലർ എടുത്ത് കണ്ണിന് താഴെയും മൂക്കിന് നടുക്കും താടിയുടെ ഭാഗത്തും നെറ്റിയിലുമായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഭാഗത്ത് കുറച്ചുകൂടി ലൈറ്റായി കാണുമ്പോൾ നല്ല രസമുണ്ടാകും. നല്ല ബ്ലെൻഡ് ചെയ്ത് വരുമ്പം അത് കുറച്ചും കൂടി നല്ല ഹൈലൈറ്റായി കാണിക്കും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി കട്ടി കൂട്ടിക്കൊടുക്കുവാൻ വേണ്ടി ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇങ്ങനെയൊരു
സെല്ലോ ടേപ്പ് എടുത്ത് കണ്ണിന് രണ്ടു സൈഡുമായി ഒട്ടിക്കുക. അതിനുശേഷം ഐ മേക്കപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ LA ഗേളിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഐ മേക്കപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്ത് കണ്ണിന് മുകളിൽ ക്രീസ് ലൈനിന് ചുറ്റുമായും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ക്രീസ് ലൈനിൽ താഴെയായി ഞാനൊരു ഡാർക്കർ ഷെയ്ഡ് എടുത്ത് ഫുള്ളായി അപ്ലൈ ചെയ്യുകയാണ്. പിന്നീട് ഔട്ടർ കോർണറിൽ ഞാൻ കുറച്ചുകൂടി അതേ കളറ് കട്ടിക്കൂട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ചെറിയ ബ്രഷ് ഉപയോഗിച്ചാണ് ഞാനത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ റിനയുടെ മിഡ് നൈറ്റ് കോൾ കാജൽ ഉപയോഗിച്ച് അപ്പർ ലാഷസിന് താഴെ, അതായത് അടിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനത് ഒരു സ്മഡ്ജർ ബ്രഷ് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാനൊരു ഐലൈനർ ഉപയോഗിച്ച് ഒരു ചെറിയ വിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോവർ ലാഷ് ലൈനിൻ്റെ താഴെയായി നമ്മൾ മുകളിൽ ഉപയോഗിച്ച സെയിം ഐ ഷാഡോ, ഡാർക്ക് ഷെയ്ഡ് ഐ ഷാഡോ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. പിന്നീട് അതിനു താഴെയായി മുകളിൽ ഉപയോഗിച്ച ലൈറ്റ് ഷെയ്ഡ് ഐ ഷാഡോ അപ്ലൈ ചെയ്യും. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫേ ബ്യൂട്ടിയുടെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് സോസി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഒരു നല്ല ഡീപ്പ് റെഡ് ഷെയ്ഡാണ്. ഡസ്കി സ്കിന്നിനും ഡീപ്പ് സ്കിന്നിനുമൊക്കെ ഇത് നന്നായി ചേരും. പിന്നീട് ഞാൻ മാർസിൻ്റെ ഒരു ഹൈലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ പോയിൻറ്റ്സിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടും. താടിയിലും നെറ്റിയുടെ നടുഭാഗത്തും, അതായത് പുരികത്തിൻ്റെ നടുഭാഗത്തും ചീക്കിന് മുകളിലായും, അതായത് ചീക്ക് ബോണിന് മുകളിലായും പിന്നെ മൂക്കിൻ്റെ നടുഭാഗത്തും ആയും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് ബ്രോ ബോൺ ഏരിയയിലും കൂടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. പിന്നീട് ഞാൻ വീണ്ടും പൗഡർ ഉപയോഗിച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൽഫിൻ്റെ തന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ച് മുഖത്ത് സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയി ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഒരു ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. ഇത് ഇൻസൈറ്റിൻ്റെ ചെസ്റ്റ്നട്ട് ഗ്രൂവ് എന്ന് പറഞ്ഞ ഒരു ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു റെഡ് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഫേ ബ്യൂട്ടിയുടെ റിവഞ്ച് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. അങ്ങനെ എൻ്റെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം.
ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഹാപ്പി ക്രിസ്മസ്.